വന്നോ? ആരാ സാർ ഇത്? ബേബി മുതലാളി. മതി മതി. ഇപ്പോൾ സാറേ ഓ നല്ല കളക്ഷൻ ആണല്ലോ. മാസാവസാനായിരിക്കും അല്ലേ? അത് പിന്നെ പിള്ളേരുടെ ഫീസ്, ഗ്യാസ്, മൊബൈലിന്റെ ബില്ല്, പീടികയിലെ പറ്റ്, ശമ്പളം കൊണ്ട് വല്ലതും ആവോ? ഇനി പാടും ഓടോ. എന്താ സാറേ? ഒരു മലങ്കോട് വന്ന് പെട്ടിട്ടുണ്ട്. ഇച്ചിരി പൊന്ന. അയ്യോ, അത് റിസ്കാ. ഒരു റിസ്കും ഇല്ല. താൻ എന്നോട് നിന്നാ മതി. കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു ലീഗൽ സപ്പോർട്ട് അത് മതി. ലീഗലാണെ മറ്റവനാ നല്ലത്. അവൻ SSLC പാസ്സാ. ഞാൻ അവനെ വിളിക്കാം. താ മതി. ഇയാളെ കാരാ പോലീസിലെടുത്തത്. ഈ നമ്പറിൽ ഒരു കോളേജ് വരും. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ. താൻ തന്നെ കൈ കാണിക്കണം. അവൻ നിർത്തോ? ഒരു സാധ്യതയില്ല. അല്ല പിന്നെ നമ്മുടെ വണ്ടിക്കൊന്നും പിക്കപ്പ് ഇല്ല സാറേ. അതുകൊണ്ട് അങ്ങനെ ഓടിച്ചിട്ട് പിടുത്തൊന്നും നടക്കേല. അവൻ പോട്ടെ സാറേ. അങ്ങനെ പോയാ പറ്റുകയില്ലല്ലോ അയ്യപ്പൻ പിള്ളയെ. അയ്യപ്പൻ പിള്ള എന്റെ പുറകെ ഇരുന്നാ മതി. നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാം. പിടിക്കുന്ന സ്വർണത്തിന്റെ 20% ഒറ്റുകാരനുള്ളതാ. തന്റെ ഭാഗം തനിക്കിട്ട താൻ ഹാപ്പിയാണേ. എവിടുന്ന്? ശതമാനത്തിന്റെ കാര്യമൊക്കെ ഞാൻ ജീവിച്ചിരുന്നാലല്ലേ സാറേ. സാറേ, ഞാൻ ചത്താൽ ആ കാശ് എന്റെ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ അയ്യപ്പൻ പിള്ളേ. അപ്പൊ ചാവൂന്ന് ഉറപ്പാ? അതേ വണ്ടി. പോയി തടയും. ഞാനോ? സ്റ്റോപ്പ്! ഞാനാ. എടാ അവന്മാര് മിസ്സായി. വിടരുത്. പിടിച്ചോണം. ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. അയ്യപ്പൻ പിള്ളേ. എടോ അയ്യപ്പൻ പിള്ളേ കേറാൻ. അല്ല പിന്നെ കളി അയ്യപ്പൻ പിള്ളയോടാ. Baய். ബോംബെയിലെ മീൻ കച്ചവടക്കാരനായാലും ശരി, സ്വർണ്ണ കച്ചവടക്കാരനായാലും ശരി, നേരെ ചൊവ്വ അല്ലെങ്കിൽ അറക്കുളം ബായോട് മുട്ടാൻ നിൽക്കല്ല. നീ ആ വണ്ടിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. അല്ല പിന്നെ അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താടോ? DSP ഒന്ന് ഓഫീസ് റൂമിലിരിക്കുന്നു. സാറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാലൻ എനിക്കുള്ള ക്രെഡിറ്റിന്റെ ഓഹരി പറ്റാൻ വന്നതായാലും അതിനെന്താ ചെയ്യാ? സാർ, വളരെ സാഹസികമായ ഒരു ഓപ്പറേഷനിലൂടെയായിരുന്നു സാർ ഞാൻ സാധനം പിടിച്ചെടുത്തത്. പക്ഷെ പ്രതികൾ രക്ഷപ്പെട്ടു. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ പൊക്കിയിരിക്കും. ഇതാരാ സാറേ? ഇദ്ദേഹം മിസ്റ്റർ പത്മനാഭൻ ആചാരി, കൊല്ലംകോടുള്ള ശ്രീകൃഷ്ണ ജ്വല്ലറിയുടെ ഉടമയാണ്. താൻ പിടിച്ച സ്വർണം ഇദ്ദേഹത്തിന്റെ വകയാണ്. അത് ശരി. വയസ്സുകാലത്ത് തനിക്ക് കള്ളക്കടത്താണല്ലേ പണി? മിസ്റ്റർ അയ്യപ്പൻ സാർ, ഇദ്ദേഹം കള്ളക്കടത്തുകാരനൊന്നുമല്ല, സ്വർണ്ണ വ്യാപാരിയാ. ബോംബെയിൽ നിന്ന് സ്വർണം വാങ്ങി കേരളമടക്കമുള്ള സദേൺ സ്റ്റേറ്റ്സിൽ വിൽക്കാൻ അംഗീകൃത ലൈസൻസ് ഉള്ളയാൾ. താൻ പിടിച്ച സ്വർണം ഇദ്ദേഹം ബോംബെയിലെ സത്താറാം സവേരിൽ നിന്ന് വാങ്ങിയതാ, ബില്ല് സഹിതം. വേണമെങ്കിൽ പരിശോധിക്കാം. സാർ, അതെ, എന്റെ കണ്ണട അപ്പുറത്താണ് സാർ. ഓക്കെ, ഗോ ആൻഡ് ചെക്ക്. സാധനങ്ങൾ ഇപ്പൊ റിലീസ് ചെയ്തോ. യൂസ്ലെസ്. ബേബി മുതലാളി എവിടെ? പോയി സാർ. പോയോ? പോയി. എന്റെ തൊപ്പി പോയി എന്ന് ഉറപ്പായി. അല്ല പിന്നെ ഇതാണ് സാറ് പറഞ്ഞ ശ്രീകൃഷ്ണ ജ്വല്ലറി. സ്വർണ്ണ ബിസ്ക്കറ്റ് പോയിട്ട് 2 പവൻ തികച്ചു പണിയാനുള്ള കപ്പാസിറ്റി ആ കടക്കില്ല. അതൊരു കട പോലുമല്ല, ഒരു സ്റ്റെയർ കേസിന്റെ മൂല. എവിടെ ബേബി? ഈ പപ്പനാമൻ ആചാരി ആരാ? ഒരു സാധാ സ്വർണ്ണ പണിക്കാരൻ. ആ കട അയാളുടെ കൃത്യമായിട്ട് വാടകയും കൊടുക്കുന്നുണ്ട്. കക്ഷിക്ക് മക്കളില്ല, ബേസിക്കലി ഉഴപ്പന. ഒരു 4-5 കൊല്ലം മുമ്പ് ഭാര്യ മരിച്ചോടെ പപ്പനാമ പണിക്കൻ ഫുൾ ടൈം തന്നെയായി. അതോടെ തലയുടെ സെൻട്രൽ ഷാഫ്റ്റ് പോയി മെന്റലായി. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഭ്രാന്താശുപത്രിയിലാക്കി. കക്ഷി ഇപ്പോ ഒരു വൃദ്ധസദനത്തിലാണ്.
കോർപ്പസ് ക്രിസ്റ്റി ഓൾഡ് ഏജ് ഹോം. പപ്പനാഭൻ വൃദ്ധസദനത്തിൽ നിന്നും പൂട്ടിയിട്ട സ്വർണ്ണക്കടയിലേക്ക് വാടക അയച്ചു കൊടുക്കുന്നു. അയക്കുന്നത് പപ്പനാവനാണോ എന്നറിയില്ല. കടയുടമയ്ക്ക് വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എടാ, നീ പോലീസ് സ്റ്റേഷനിൽ കണ്ട പപ്പനാവനും കൊല്ലംകോട്ട സ്വർണ്ണക്കടക്കാരനും ഒരാൾ തന്നെയാണോ? ആൾമാറാട്ടം അല്ലല്ലോ. അല്ല, പപ്പനാവന്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ ആ കടയ്ക്കകത്ത് കണ്ടു. ജാക്കിറിലെ ഞാൻ വീണ്ടും വിളിച്ചു. അവൻ തറപ്പിച്ച് പറയുന്നു ബോംബെയിലെ സത്താറാം സവേരിക്ക് സ്വർണത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്ന ഈപ്പനാണ്. ഈപ്പൻ തന്നെയാണ് പണം കൊടുത്തത്. അതിന് തെളിവുണ്ട്. പാലക്കാട് ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. പണം ചെക്കായിട്ട് കൊടുത്ത സ്ഥിതിക്ക് വൈറ്റ് മണിയാണ്. സ്വന്തം പേരുള്ള വൈറ്റ് മണി കൊടുത്ത് മറ്റൊരാളുടെ പേരിൽ ബ്ലാക്ക് സ്വർണം വാങ്ങിക്കുക. അതെന്ത് ടെക്നിക്കാണെന്ന് മനസ്സിലായില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഈപ്പന് വൃദ്ധമന്ദിരത്തിൽ എന്താണ് ഇൻവോൾവ്മെന്റ്? അതെ, അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. കോർപ്പസ് ക്രിസ്റ്റി എന്ന ഓൾഡ് ഏജ് ഹോമിൽ മലയിൽ ഈപ്പൻ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? നമസ്കാരം. വണക്കം. നമസ്തേ. மாமா, இதெல்லாம் யாரு? நீங்களா? ஐயோ மாமா, நல்லா இருக்கீங்களோ? எவ்வளவு நாள் உங்களை பார்த்தோம். ஐயோ வெள்ள மாமா, இப்படி வாங்க, சொன்ன கேளுங்க. இப்படி வாங்க. ஐயோ நீங்க பாரு. ഞാനാണ് കോർപ്പസ് ക്രിസ്റ്റിയുടെ മേട്രൻ, ഏലിയമ്മ ചന്തക്കാരൻ. ഉന്നെ പാത്തതുമേ എനിക്ക് നന്നാ പുരിഞ്ഞെടുത്തു. നീ ഒരു ചന്തയാക്കുന്നു. ഐ എം ശിവകാമി, അമേരിക്കയിൽ നേഴ്സാണ്. ഇതെന്റെ അമ്മ ഷാൻമുഖി. അമ്മയെ ഇവിടെ നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പുറത്തേക്ക് കോർപ്പസ് ക്രിസ്റ്റിക്ക് നല്ല പേരാ. ആണോ? അങ്ങനെ വരെ സാധ്യതയില്ലല്ലോ. ഇവിടെയുള്ളത് മുഴുവൻ സാധുക്കളാ. വി പ്രിഫർ ദാറ്റ്. അതെ, ഈ ഐഡിയോളജി തന്നെയാണ് എന്റെ ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അമ്മ അമേരിക്കയിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല. അതെന്താ അമ്മ അങ്ങനെ? അമേരിക്ക നല്ല രാജ്യമല്ലേ? என்ன சொல்றேன்? பாரதம் என்னுடைய நாடாக்கும். ஒவ்வொரு இந்தியனும் என்னுடைய சகோதரி சகோதரன்மாராக்கும். சின்ன புள்ள மாதிரி உட்காருங்கம்மா. என்ன மோள இதே ஒரு பாட்டு கூட பாட மாட்டேங்கிறியே. സോറി. ഗുളിക കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാലും അവ ഷൺമുഖി കണ്ടത് മുതൽ ഇങ്ങനത്തെ ചില വലവളിപ്പ് പറയും. പക്ഷെ ആളുപദ്രവൊന്നുമില്ല കേട്ടോ. അങ്ങനെ സംശയം തോന്നിയെങ്കിൽ നിങ്ങൾ എന്തിനാ ഏലിയാമ്മ അവർക്ക് അഡ്മിഷൻ കൊടുത്തത്? അഡ്മിഷൻ ഒന്നും കൊടുത്തില്ല സാറേ. തൽക്കാലം ഈ ഒരു രാത്രി അമ്മച്ചി ഇവിടെ നിന്ന് നോക്കട്ടെ. സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ രാവിലെ കാശി ഒന്ന് അഡ്മിഷൻ എടുക്കാമെന്ന മകള് പറഞ്ഞത്. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. മകള് പോയതും തള്ള അന്തേവാസികളുടെ ഇടയിൽ കിടന്ന് വിരകാൻ തുടങ്ങി, പ്രത്യേകിച്ചും ആണുങ്ങളുടെ ഇടയില്. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങയല്ല. ഇതങ്ങനെയല്ല സാറേ. ആ പത്മനാഭനാചാര്യരുടെ അടുത്താ കിന്നാരം. അയാളോട് അതും ഇതൊക്കെ കുത്തി കുത്തി ചോദിച്ചു. ബോംബെയിൽ സ്വർണം മേടിക്കുന്നത് എങ്ങനെയാണെന്നോ, ഇവിടെ ആർക്കൊക്കെ സ്വർണ്ണക്കച്ചവടം ഉണ്ടെന്നോ. പത്മനാഭന് സംശയം തോന്നിയിട്ടാ എന്നോട് പറഞ്ഞത്. കണ്ണ് തെറ്റി അവര് ഫോണിന്റെ അടുത്താ. ഫോണ് നമ്മൾ പൂട്ടിയിട്ടാലും കുത്തി കുത്തി വിളിക്കുന്ന ഒരു പരിപാടി അറിയാം ആ പെമ്പർന്നോർക്ക്. മഹാ വിളഞ്ഞ വിത്ത സാറേ. തൊമ്മിയാണോടാ? എവിടെയാ? അകത്തുണ്ട്. അവിടെ. എവിടെ അവര്? ഇവിടെയെങ്ങും ഇല്ല. എന്നാ ബാത്റൂമിൽ നിന്ന് നോക്കാം. വേണ്ട സാറേ, അവരങ്ങു പോയി. എപ്പോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് 1/2 മിനിറ്റ് മുമ്പ് ഒരുത്തന്റെ അടുക്കളപ്പുറത്ത് വന്ന് ഹോൺ അടിച്ചു. ഞങ്ങൾക്കൊരു ടാറ്റായും തന്നിട്ട് അവരവന്റെ പുറകെ കയറി അങ്ങ് പോയി. ഓട്ടട പത്മനാഭ, നീ വിഷമിക്കാതടാ. നമുക്ക് അതിനൊന്നും വിധിയില്ലാന്ന് വെച്ചോ. മീനു, അവിടത്തെ അന്തേവാസികളുടെ പേര് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തോ? എഴുതിയില്ല, പക്ഷെ എടുത്തു മനസ്സില്. മറന്നു പോകില്ല മീനു. മറവിയോ? എനിക്കോ? പോടാ, ദാ പിടിച്ചോ. കത്രീന വട്ടപ്പറമ്പിൽ, തൊമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. കത്രീന വട്ടപ്പറമ്പിൽ, തുമ്മിക്കുഞ്ഞ്,
ക്ലീറ്റസ്. നമ്മുടെ ഊഹം തെറ്റിയിട്ടില്ല. ബോംബെക്ക് ഓർഡർ അയക്കുന്നത് ഈപ്പൻ. പക്ഷേ സ്വർണം വരുന്നത് വൃദ്ധസദനത്തിലെ അംഗങ്ങളുടെ പേരിലും. കസ്റ്റംസോ പോലീസോ പിടിച്ചാ കുടുങ്ങുന്നത് ആ പാവങ്ങളായിരിക്കും. പിടിക്കാറില്ലല്ലോ. അതിനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടാ ഈപ്പൻ കളിക്കുന്നത്. ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ ബേബിച്ചായ. ഈപ്പന്റെ കള്ളക്കളികൾ വൃദ്ധമന്ദിരത്തിലെ അംഗങ്ങൾ അറിയില്ലേ? അവരറിഞ്ഞോളൊന്നുമില്ല. ബില്ലുമായിട്ട് വരുന്നത് ഈപ്പന്റെ ആൾക്കാരാ. പത്മനാഭനാചാരി മെന്റൽ കേസാ. എന്താ നടക്കുന്നെന്ന് പോലും അയാൾക്കറിയില്ല. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ ഒറ്റ. കസ്റ്റംസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല അയാൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്. കേരളത്തിലൊട്ടാകെ 8 സ്വർണ്ണക്കടകളായി ഈപ്പനുണ്ട്. പക്ഷെ ഒരു 200 കടകൾക്ക് വേണ്ടുന്ന സ്വർണം ഇതിനകം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ബോംബെ. അതായത് മറ്റ് കടകൾക്ക് വേണ്ടുന്ന സ്വർണം കൂടെ ഈപ്പന്റെ ഇടപാടല്ല നടക്കുന്നത്. അയാളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്ന പണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. പക്ഷേ ഇത്രയേറെ കള്ളപ്പണം കയ്യിലുള്ള ഒരാൾ എന്ത് ധൈര്യത്തിലാണ് കള്ളസ്വർണം വാങ്ങാൻ സ്വന്തം ചെക്ക് കൊടുക്കുന്നത്? അതിന് മാത്രം വൈറ്റ് മണി ഈപ്പന്റെ കയ്യിലുണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെങ്ങനെ? അനാഥ മന്ദിരങ്ങൾക്ക് വിദേശ സഹായം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മതത്തിന്റെ പിൻബലം വേണോടാവേ. കോർപ്പസ് ക്രിസ്റ്റി ഈപ്പന്റെ സ്വന്തമല്ലേ? ഞങ്ങളുടെ ഒരു സീനിയർ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറാണ്. പേര് നാരായണൻകുട്ടി. ഏത് ബ്രാഞ്ച്? ഈപ്പച്ചൻ ചെക്ക് കൊടുക്കുന്ന ബ്രാഞ്ച് പാലക്കാട് മെയിൻ. ഈ നാരായണൻകുട്ടി ആളെങ്ങനെ? 24 hours തന്നെയാ സാറേ. ഫുൾ ടൈം വെള്ളം. ഈ ഞാൻ എത്ര വെള്ളം ഒഴിച്ചാലും കമ്പ്യൂട്ടർ വഴിയുടെ കാര്യത്തിൽ നാരായണൻകുട്ടി കിടിലനാണെന്ന് അയ്യമാര് പറയുന്നത്. നല്ല ഓർമ്മശക്തിയാണല്ലേ, മെമ്മറി പവർ. അതുകൊണ്ടൊരു കാര്യം സാറേ, ബാങ്ക് ജോലിക്കാരനായിട്ടും എനിക്ക് പെണ്ണ് കിട്ടാത്തതിന് കാരണം ഈ വെള്ളോടിയെന്ന ഫാദർ പറയുന്നത്. അത് ചുമ്മാതെ. നല്ല നല്ല അമ്മായപ്പന്മാരെ കൈ കിട്ടിയ നാരായണൻകുട്ടി അവർ വെറുതെ വിടുവോ? ഞാൻ നാരായണൻകുട്ടി ഫാദറോട് സംസാരിക്കട്ടെ. അതുകൊണ്ട് എന്ത് കാര്യം സാറേ, ഫുൾ ടൈം വെള്ള, 24 മണിക്കൂർ തണ്ണി. ആരെ? ഫാദർ. ഓ, അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ? അപ്പൂപ്പനും അപ്പൂപ്പനും കുടിക്കും. ഓ, അപ്പൊ തണ്ണീൽ ഫാമിലി ആണല്ലേ? ഇവനിന്ന് എന്റെ ചവിട്ടുകൊണ്ട് ചാവും. നാരായണൻകുട്ടി കേട്ടോ, ഞങ്ങളുടെ ബേബി സാറിന് ഒരു കാര്യം അറിയണം. ഞങ്ങൾ നാരായണൻകുട്ടിയുടെ മെമ്മറി പവറിനെ കുറിച്ച് ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നാറ്റിക്കരുത്. മെമ്മറി പവറിന്റെ കാര്യത്തിൽ നാരായണൻകുട്ടി ഒരു ഉസ്താദാ സാറേ. എന്തുണെങ്കിലും ചോദിച്ചോ. അർജന്റീനയുടെ മുഖ്യമന്ത്രി, സ്വീഡന്റെ പ്രസിഡന്റ്, ആദ്യമായി നോബൽ സമ്മാനം നേടിയ മംഗോളിയൻ സാഹിത്യകാരന്റെ പേര്, എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പെടച്ചു കയറിയ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചോ സാറേ. പോരട്ടെ. പിടിച്ചു നിൽക്കാൻ കരുത്ത് തരണേ കർത്താവേ. എനിക്കറിയേണ്ടത് അതല്ല നാരായണൻകുട്ടി. എനിക്കൊരാൾ ഇച്ചിരി കാശരാണ്. അയാളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാ. നാളെ അറിയാൻ എനിക്കൊരു ചെക്ക് തരും. അയാളുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ബാലൻസ് ഉണ്ടോന്ന് അറിയാനാ. ഈപ്പൻ കുണ്ടുകുഴി, മലയിൽ ഈപ്പൻ, പേരങ്ങനെയൊക്കെ ആകാം. അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അങ്ങനെ വരും. ഈപ്പൻ എന്ന പേരിൽ ഞങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ടേ ഇല്ല. ഒരു മിനിറ്റ്. എന്തോ നാടാ ഇവൻ. യൂസ്ലെസ്. 24 hours തണ്ണി. ബേബിച്ചായ ഇവനിപ്പോ പറഞ്ഞ 100% വിശ്വസിക്കണ്ട. ഞങ്ങൾ ഒന്നുകൂടെ പിഴിയാൻ ശ്രമിക്കട്ടെ. അവനെ പിഴിയാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ബാങ്കിന്റെ പാലക്കാട് ബ്രാഞ്ചിന്റെ കമ്പ്യൂട്ടറൈസേഷൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ നാരായണൻകുട്ടിയാണ് ബാങ്കിന്റെ മുറിമുക്കൻ രാജാവ് കമ്പ്യൂട്ടറിന്റെ. അതങ്ങനെ തന്നെയാണ്. അതൊക്കെ എനിക്ക് കമ്പ്യൂട്ടറിന്റെ വലിയ ഇടപാടെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജന്മസിദ്ധമായ ഗുരുട്ടി ബുദ്ധി വെച്ച് ചോദിക്കുക. ഇവന്റെ എന്തെങ്കിലും സീക്രട്ട് നമ്പേഴ്സോ വെബ് അഡ്രസ്സോ കിട്ടിയാൽ പുറത്തൊരു കമ്പ്യൂട്ടർ ഇന്ന് ബാങ്കിന്റെ നെറ്റ്വർക്കിനകത്ത് കടന്നുകൂടാൻ പറ്റുമോ? സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. ബാങ്കിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ്ഡ് ആയിരിക്കും. സാധാരണ നിലയല്ലല്ലോ ഇപ്പോൾ. ബാങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ നടക്കുന്നതേ ഉള്ളൂ. നെറ്റ്വർക്ക് ക്ലോസ് ആണെന്ന് എന്താ ഉറപ്പ്? മിക്കവാറും ഓപ്പൺ ആയിരിക്കും. അങ്ങോട്ട് കയറാനുള്ള എന്തെങ്കിലും ക്ലൂ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുമോ നോക്കടാ ഫൂൾ. നാരായണൻകുട്ടി പറഞ്ഞത് സത്യമാണ് ബേബിച്ചായ. ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ ഈപ്പൻ എന്നൊരാൾക്ക് അക്കൗണ്ട് ഇല്ല. മലയിൽ ജ്വല്ലേഴ്സിനും ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കോടികളുടെ ചെക്കുകളാ ഈപ്പൻ പലപ്പോഴായിട്ട് സത്താറാം സാവരിക്ക് കൈമാറിയിട്ടുള്ളത്. സാക്കർ എന്നോട് കള്ളം പറയില്ല. അവന്റെ ഇൻഫർമേഷനും തെറ്റാൻ വഴിയില്ല. ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ പാലക്കാട് ബ്രാഞ്ചിൽ കോടികളുടെ ഇടപാട് നടത്തുന്ന ഒരൊറ്റ SB അക്കൗണ്ട് ഹോൾഡറേ ഉള്ളൂ. അത് പക്ഷേ ഈപ്പച്ചനല്ല. ഇറ്റ് ഈസ് സാമുൽ ജോൺ. സാമുൽ ജോൺ? ഇയാൾ ആരാ? സാമുൽ ജോൺ, പുത്തൻതോപ്പിൽ ബംഗ്ലാവ്, നിയർ സെന്റ് മേരീസ് ചർച്ച്, മണർക്കാട്, കോട്ടയം. കോട്ടയംകാരൻ എന്നത്തിനായി ഇവിടെ പാലക്കാട്ട് വന്ന് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടെന്ന് നോക്കി. ഇല്ല. ഇത് വളരെ പഴയൊരു അക്കൗണ്ടാണ്. സാമുൽ ജോൺ നല്ല പ്രായമായി. ഡേറ്റ് ഓഫ് ബർത്ത് 20th November 1925. അതായത് കക്ഷിക്ക് വയസ്സ് 80.
അയാളുടെ അക്കൗണ്ടിലെ ഇടപാടുകൾ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ബേബിച്ചായോ, ഈ കക്ഷി ഈപ്പന്റെ ആള് തന്നെ. അതായത് ഈപ്പം കൊടുത്ത ചെക്കുകൾ അയാളുടേതല്ല, ഈ സാമുവൽ ജോണിൻ്റെതാ. കാര്യങ്ങൾ ഒരു അന്തം വിട്ട രീതിയിൽ പോവാണല്ലോ ബേബിച്ചായ. നോ, കാര്യങ്ങൾ ഈസിയാണ് ബാലു. 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, ഈപ്പൻ സാമുവൽ ജോണിന്റെ ബിനാമി ആയിരിക്കാം. പക്ഷേ കോടീശ്വരനായ ഈപ്പൻ മറ്റൊരാളുടെ ബിനാമിയാകേണ്ട കാര്യം എന്ത്? സാമുവൽ ജോൺ ഈപ്പന്റെ പാർട്ട്ണർ ആയിരിക്കാം, എ സൈലന്റ് പാർട്ട്ണർ. ഈപ്പൻ ധാരാളിത്തം കാണിക്കാൻ മാത്രം കോടികളുടെ വൈറ്റ് മണി ബാങ്കിലുള്ള ധനാഢ്യനായ ഒരു കോട്ടയം പ്ലാന്റർ. സോ ട്രേസ് ഹിം. അയാളെ ട്രേസ് ചെയ്തിട്ട് എന്തിനാ ചായ? ഈപ്പന്റെ സമ്പാദ്യങ്ങൾ എവിടെ നിന്നാണെന്നല്ലേ നമുക്കറിയേണ്ടത്. ഈപ്പന്റെ സമ്പാദ്യമാണല്ലോ ഈ സാമുവൽ ജോൺ. മനസ്സിലായില്ലേ? എനിക്കും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ചില ഊഹാപോഹങ്ങൾ, പോസിബിലിറ്റീസ് ഉള്ള ചില ഇമ്പോസിബിലിറ്റീസ്. ലെറ്റ് us try. കോട്ടയം വരെ ഒന്നും പോകേണ്ട കാര്യമല്ലോ. സാമുവൽ ജോൺ, പുത്തൻതോപ്പിൽ ബംഗ്ലാവ്. അങ്ങനെ ഒരാൾ ഈ മണർകാട് കരയിലേ ഇല്ല. അങ്ങനെ ഒരു വീട്ടുപേരും ഇല്ല. ഈ സാമുവൽ അച്ചായൻ ഇച്ചിരി പ്രായമുള്ള ആളാ. ഒരു 80 വയസ്സ് വരും. ഇല്ലെന്ന്. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് മണർകാട് പള്ളി കമ്മിറ്റിയിൽ ഈ ഞാനുണ്ട്. എനിക്കറിയാമേത്ത് ഏത് സാമുവല് ഏത് ജോണ്. മണർകാട് പള്ളി എന്ന് പറയുമ്പോ നിങ്ങൾ യാക്കോവക്കാരാ. ഞാൻ അന്വേഷിക്കുന്ന സാമുവൽ ജോൺ ഒരു പക്ഷേ കത്തോലിക്കനോ ഓർത്തഡോക്സോ മാർത്തോമയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ? എടാ കൊച്ചനെ, എനിക്ക് യാക്കോവാക്കാരെ മാത്രമല്ല ഈ കരയിലുള്ള സകലരേ പറയും. മണർകാട്, അരിപ്പറമ്പ്, മാലം, ഈ 3 റേഷൻ കടകള് കഴിഞ്ഞ 32 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നവനാ ഈ കുഞ്ഞേപ്പ്. ഓഹോ, അപ്പൊ ഒരുപാട് റേഷൻ മണ്ണെണ്ണയും ഗോതമ്പും മറിച്ചുവിട്ട കൈയാണല്ലോ കുഞ്ഞേപ്പ് ചേട്ടാ ഇത്. സാറ് സിവിൽ സപ്ലൈസിന്റെ വിജിലൻസിന്നാണ്. ഇവിടത്തെ കട്ടിയും ത്രാസും ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? ഒരുമാതിരിയൊക്കെ. സാർമാർക്ക് ചായ പറയട്ടോ? ചായ ലാസ്റ്റ് മതി. നല്ല ബീഫ് കിട്ടുമെങ്കിൽ ഒരു 3 പൊറോട്ട പറയട്ടെ ചൂടെ. നല്ല നാടൻ ഏത്തപ്പഴം കിട്ടും. പഴമോ പുഴുങ്ങിയതോ? 2 എണ്ണം പുഴുങ്ങിയത്. പുഴുങ്ങാത്ത ഒരു 2 ഡസൻ പൊതിഞ്ഞെടുത്തു. അങ്കമണിക്ക് വലിയ ഇഷ്ടമാണ് നാടൻ ഏത്തപ്പഴം. സാമുവൽ ജോണിനെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടും ഈ ബേബി ചായൻ എന്താ ഇത്ര ഹാപ്പി മൂഡിൽ എന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അതെ, അയാൾ ഇനി എവിടെ പോയി തപ്പാനാ? അയാളെ എങ്ങും തപ്പിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളില്ല. ഇത് ഞാൻ നേരത്തെ ഊഹിച്ചതാ. സാമുവൽ ജോൺ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും ഈപ്പന്റെ കുബുദ്ധിയിൽ മാത്രമാണ്. പിന്നെ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ റെക്കോർഡുകളിലും. യഥാർത്ഥത്തിൽ സാമുവൽ ജോൺ എന്നൊരാളില്ല. ഇല്ലാത്തൊരാളുടെ പേരിൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, കോടികളുടെ നിക്ഷേപം. നിക്ഷേപിക്കുന്നതും തിരികെടുക്കുന്നതും ഈപ്പൻ മാത്രം. ഇതൊക്കെ ബേബിച്ചാന്റെ ഊഹാപോഹങ്ങളല്ലേ? അതെ, ഒരു തെളിവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഊഹാപോഹമല്ല, പ്രൂവ്ഡ് ഫാക്ട്, നിജം. എന്താ തെളിവ്? സാമുവൽ ജോൺ ബോംബെയിലെ സത്താറാം സവേരിക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്, അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈപ്പൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ്സ് ഓൾ. ജാക്കിർ അലിക്ക് ജോലിയായി.